നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ സിലബസിലെ മാത്സിലെ ഫസ്റ്റ് ടോപ്പിക്കായ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു 4 പാർട്ട് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ ഫൈനൽ പാർട്ടാണ്. ഇതും കൂടെ ആയ നമ്മുടെ ആ ഫസ്റ്റ് ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഇത് കൂടാതെ സിംപ്ലിഫിക്കേഷൻ ട്രിക്സ് എന്നൊരു പ്ലേലിസ്റ്റ് കൂടെ ഉണ്ട് നമ്മുടെ ചാനലിൽ. അതിലും ഈ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഫൈൻഡ് ദ സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 15 നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം, പിന്നെ ഓഡ് നമ്പേഴ്സിന്റെ സം, ഈവൻ നമ്പേഴ്സിന്റെ സം, പിന്നെ സ്ക്വയേഴ്സിന്റെ സം, ഇത്രയും നോക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യൂബ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. സം ഓഫ് ക്യൂബ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 15 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ n എന്ത് വരും? n ഈക്വൽ ടു 15 വരും. എങ്കിൽ സം ഈക്വൽ ടു ഈ ഇക്വേഷൻ എന്താ? n എന്ന് പറയുമ്പോൾ 15, n പ്ലസ് 1 എന്താ? 16 ബൈ 2 സ്ക്വയർ അല്ലേ. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 15 ഇൻറ്റു 8 എത്ര വരും? 120, പിന്നെ സ്ക്വയർ അല്ലേ. അതായത് 12ന്റെ സ്ക്വയർ നമുക്കറിയാം 144. ഇവിടെ 0 ഉണ്ടല്ലേ, അപ്പോൾ 2 0 കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതായിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ക്യൂബ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 10 to 20. അപ്പോൾ നമ്മൾ സ്ക്വയറിന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇതുവരെ ഈ സീരീസ്, അതായത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിന്റെ സീരീസിൽ കാണാത്തവർ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ പാർട്ടെങ്കിലും കാണണം. കാരണം കഴിഞ്ഞ പാർട്ടിൽ ഞാനിത് എങ്ങനെയാണെന്നൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് നമുക്ക് 10 മുതൽ 20 വരെയുള്ള ക്യൂബ്സിന്റെ സം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? സം ഓഫ് 1 ക്യൂബ് ടു 20 ക്യൂബ്, അതായത് 1 മുതൽ 20 വരെയുള്ള നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ നമുക്ക് 10 മുതൽ 20 വരെയുള്ള ക്യൂബ്സിന്റെ സം മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും സം ഓഫ് 1 ക്യൂബ് ടു 9 ക്യൂബ് മൈനസ് ചെയ്യണം. അതായത് 1 മുതൽ 9 വരെ നമുക്ക് വേണ്ട, 10 to 20 വരെ മതി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യും. n എത്രയായിരിക്കും? n ഈക്വൽ ടു 20. ഇവിടെയോ n ഈക്വൽ ടു 9. ഈ സം എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? n ഇൻറ്റു, അതായത് 20 ഇൻറ്റു n പ്ലസ് 1, അതായത് 21 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ അല്ലേ. ഇവിടെ അതുപോലെ തന്നെ n എത്രയാ? 9 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 10 ബൈ 2, പിന്നെന്താ? ഹോൾ സ്ക്വയർ. നോക്കിക്കേ, ഇവിടെ 210 സ്ക്വയർ മൈനസ് ഇവിടെ എന്ത് വരും? 5 വരും അല്ലേ. അപ്പോൾ 9 ഇൻറ്റു 5 45 സ്ക്വയർ. അപ്പോൾ 21ന്റെ സ്ക്വയർ എത്രയാ? 441, പിന്നെ 2 0 കൂടെ ഇട്ടു, മൈനസ് 45ന്റെ സ്ക്വയറോ? വൺസ് പ്ലേസിൽ 5 ഉള്ള ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ. അല്ലേ. ഇപ്പോൾ 45ന്റെ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം 5ന്റെ സ്ക്വയർ നോക്കണം. എത്രയാ? 25. പിന്നെ ഈ ടെൻസ് പ്ലേസിലുള്ള നമ്പർ ഏതാ? 4. ഈ 4നെ അതിന്റെ തൊട്ടടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എന്ത് വരും? 5. 4 ഇൻറ്റു 5 എന്ത് വരും? 20 വരും അല്ലേ. 20 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 45ന്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ എത്രയാ? 2025. ഇനി ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 100 മൈനസ് 25 75 വന്നു. ഇവിടെ 0 വന്നു. പിന്നെ 44 മൈനസ് 2 42,075. ഇതായിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എക്സ് സോ ദാറ്റ് 6896x45. ഇതൊരു നമ്പർ ആണ് കേട്ടോ. എക്സ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ആണ്. ഈസ് ഡിവിസിബിൾ ബൈ 9 വിത്തൗട്ട് റിമൈൻഡർ ഈസ്. അതായത് ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന എക്സിന്റെ ഏറ്റവും ചെറിയ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താ? ഡിവിസിബിലിറ്റി റൂൾസ് ഉണ്ട് അല്ലേ. നമ്മുടെ പ്ലേലിസ്റ്റിൽ ഒരു ഫുൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആ ഡിവിസിബിലിറ്റി റൂൾസ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇവിടെ ഏതെങ്കിലും നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ലാസ്റ്റ് ഡിജിറ്റ് ഉണ്ടല്ലോ, അതായത് ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. അത്രേ ഉള്ളൂ. 4 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ നമുക്ക് ഏത് നമ്പർ ആണോ എടുക്കുന്നത് ആ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഇനി 8 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെ നോക്കാം? ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. അതുപോലെ 16ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാ? ലാസ്റ്റ് 4 ഡിജിറ്റ്സ് 16 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഇതാണ് 2ന്റെയും 4ന്റെയും 8ന്റെയും കണ്ടീഷൻ. 16 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും 8 വരെയുള്ള നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം. എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. 76 എന്ന് പറയുന്ന നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ ലാസ്റ്റത്തെ ഈ 6 എന്ന് പറഞ്ഞ ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി അല്ലേ. ഈ 6 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 76 എന്നുള്ള ഈ സംഖ്യയും 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഈ 4ന്റെ കേസ് എടുത്താലോ? 324. ഈ നമ്പർ എടുത്താൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എടുത്തിട്ട് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണം. അപ്പോൾ 24 നോക്കിയാൽ മതി, അത് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് ഈ 324 ഡിവിസിബിൾ ആയിരിക്കും. ഇതുപോലെ തന്നെ 8ന്റെ കേസിലും എടുക്കാം. ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് 8 കൊണ്ട് ഡിവിസിബിൾ ആണോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ലാസ്റ്റ് 3 ഡിജിറ്റ് എടുത്തിട്ട് 8 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. കണ്ടോ? 32.
8 അല്ലേ, ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കുക. ഇനിയുണ്ട് കുറച്ചുകൂടി ഡിവിസിബിലിറ്റി ടെസ്റ്റ്. ഏതിൻ്റെയൊക്കെയാണ്? 3, 9. 3യുടെയും 9യുടെയും കണ്ടീഷൻ സെയിം. അതായത് സം ഓഫ് ഡിജിറ്റ്സ് നോക്കുക. അത് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ആ നമ്പറും 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. 9ഉം അതുപോലെ തന്നെ സം ഓഫ് ഡിജിറ്റ്സ് നോക്കുക, ഡിവിസിബിൾ ബൈ 9 ആണോ നോക്കുക. 9 എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകതയുണ്ട്. ഈ സം ഓഫ് ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ അവസാനം 9 തന്നെ കിട്ടുകയും ചെയ്യും. 927 എന്നൊരു നമ്പർ. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കി ആഡ് ചെയ്ത് നോക്കിയേ. 9 + 2 11 + 7 18 വരും. അതുകൊണ്ട് അതായത് 18 വന്നല്ലോ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 18 വന്നു. നമുക്ക് മനസ്സിലായി 18 9ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ആഡ് ചെയ്ത് നോക്കാം. 8 + 1 കണ്ടോ, എങ്ങനെയൊക്കെ നോക്കിയാലും എല്ലാ ഡിജിറ്റും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 9 തന്നെ കിട്ടും. അതാണ് 9ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ 3യുടെ കേസ് നമുക്കറിയാം അല്ലേ, ഏതൊരു നമ്പർ എടുത്താലും എന്താ 3 + 2 5 7 + 5 12 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. ഇനി 11ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാ? അതായത് നമ്മുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിന്റെ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് നമ്മൾ എടുക്കണം. എന്നിട്ട് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ 0 ആൻസർ ആയിട്ട് വരും, അല്ലെങ്കിൽ 11ന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടും. ഇങ്ങനെ വന്നാൽ 11 കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതുണ്ടോ, 1 3 3 1. ഇതിന്റെ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് എടുത്താൽ 1ഉം 3ഉം, ഇവിടെയും 1ഉം 3ഉം. ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം എങ്ങനെ എടുക്കാം? 1 + 3 4 എടുത്തു, ഡിഫറൻസ് കാണണം. ഇതും 1 + 3 4. കണ്ടോ, ഡിഫറൻസ് നമുക്ക് 0 കിട്ടി. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമുക്ക് വേഗം ഈ 3 നമ്പേഴ്സിന്റെയും കൂടെ ഡിവിസിബിലിറ്റി റൂൾ നോക്കാം. 12 6 15. 12ന്റെ കേസിൽ നമുക്ക് 12നെ ഫാക്ടറൈസ് ചെയ്യാം അല്ലെ, 3 × 4 എന്ന് എടുക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 4നും 3ക്കും കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രമേ കാണാവുള്ളൂ. മനസ്സിലായില്ലേ? 3യുടെ ഫാക്ടേഴ്സ് എന്ത് വരും? 1 × 3 വരും. 4ന്റെ ഫാക്ടേഴ്സ് എന്ത് വരും? 1 വരും, 2 വരും, 4 വരും അല്ലെ. ഇവിടെ കോമൺ ആയിട്ട് 1 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 12നെ നമുക്ക് 3 × 4 എന്ന് എഴുതാം. അപ്പോൾ 12 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ഏത് നമ്പർ ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ നമ്പർ 3 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം, 4 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. 3യുടെയും 4ന്റെയും ഡിവിസിബിലിറ്റി ടെസ്റ്റ് നമ്മൾ നേരത്തെ നോക്കിയല്ലേ, അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അതുപോലെ തന്നെ 6 കണ്ടോ, 2ഉം 3യും 6ന്റെ ഫാക്ടേഴ്സ് ആണ്. ഇത് രണ്ടും കോപ്രൈം നമ്പേഴ്സും ആണ് അല്ലെ. 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇത് രണ്ടും കോപ്രൈമോ. അപ്പോൾ നമുക്ക് 6ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റും അങ്ങനെ തന്നെ ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം, ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. 15ന്റെ കേസിൽ 15 നമുക്ക് 3 × 5 എന്ന് എഴുതാം. ഇതും കോപ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ടെസ്റ്റ് എങ്ങനെയാ? ഡിവിസിബിൾ ബൈ 3ഉം ആകണം, ഡിവിസിബിൾ ബൈ 5ഉം ആകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിവിസിബിലിറ്റി ടെസ്റ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എക്സ് സോ ദാറ്റ് 6896x45 ഈസ് ഡിവിസിബിൾ ബൈ 9 വിത്തൗട്ട് റിമൈൻഡർ. സിമ്പിൾ ആയില്ലേ? 9ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നമുക്ക് നോക്കാം. അതായത് നമ്പർ ഏതാ? 6 8 9 6 x 4 5. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 9ന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടണം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് 9 ഫസ്റ്റ് ക്യാൻസൽ ചെയ്യാം അല്ലേ. 9 വരുന്ന ക്യാൻസൽ ചെയ്യാം. കണ്ടോ, 5 + 4 9. ഇനി മിച്ചം എന്താ ഉള്ളത്? 6 + 6 12 വന്നു. പിന്നെ ഏതാ 8. അപ്പോൾ 6 + 6 + 8 എന്ന് പറയുമ്പോൾ എന്ത് വരും? 20 വരും. പിന്നെ എന്താ ഉള്ള? ഒരു എക്സ് ഉണ്ട്. അപ്പോൾ 20 + x എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടണം? 9ന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടണം. അത് മാത്രമല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ലീസ്റ്റ് വാല്യൂ ആയിരിക്കണം എക്സിന് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 20യുടെ തൊട്ടടുത്തുള്ള 9ന്റെ മൾട്ടിപ്പിൾ നോക്കണം. അതേതാ? 20യുടെ തൊട്ടടുത്തുള്ള 9ന്റെ മൾട്ടിപ്പിൾ ഏതാ? 27 അല്ലേ. അപ്പോൾ 27 കിട്ടണമെങ്കിൽ എസിന്റെ വാല്യൂ എന്തായിരിക്കണം? x = 27 - 20 = 7. അപ്പോൾ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് എ ഇഫ് 11 ഡിവൈഡ്സ് 14978a672. അപ്പോൾ ഇതൊരു വലിയ നമ്പർ ആണ്. ഇതിലൊരു ഡിജിറ്റ് ആണ് എ. അപ്പോൾ ഈ നമ്പർ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എങ്കിൽ എയുടെ വാല്യൂ എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയാം. എന്തായിരുന്നു? ഡിഫറൻസ് ഓഫ് സം ഓഫ് ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കും. ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുത്തേ. 1 + 9 10. പിന്നെ എന്താ? 10 + 8 18, 18 + 6 24, 24 + 2 26. 26 എന്ന് കിട്ടി. ഇനി ഡിഫറൻസ് അല്ലേ കാണണ്ടേ. ഇനി അടുത്ത ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് ഏതൊക്കെയാ? 4 + 7 11. പിന്നെ എ അവിടെ നിൽക്കട്ടെ. പിന്നെ 11 + 7 18. അപ്പോൾ 18 ഉണ്ട്, പിന്നെ ഒരു പ്ലസ് എ ഉണ്ട്. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ 26 ഈ മൈനസിന് നമുക്ക് അകത്തേക്ക് എടുക്കുമ്പോൾ 26 - 18 - a = 0 ആയിരിക്കണം. അപ്പോൾ എ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്താൽ a = 26 - 18 = എന്ത് വരും? 8 വരും. അപ്പോൾ എയുടെ വാല്യൂ എന്താ? 8 ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് k ഇഫ് 11 ഡിവൈഡ്സ് 837k54.
അതായത് ഈ നമ്പറിനെ 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എത്രയാണ്? നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ നമുക്ക് ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കാം. 8 + 7 15, പിന്നെന്താ 15 + 5 20. അപ്പോൾ 20 കിട്ടി. മൈനസ് നെക്സ്റ്റ് ഏതാ 3 + കെ ഇവിടെ നിൽക്കട്ടെ, പിന്നെ എന്താ ഉള്ളത് 4 അല്ലേ. അപ്പോൾ 3 + 4 7 വരും, പ്ലസ് കെ. നമ്മൾ നേരത്തെ ചെയ്ത് എങ്ങനെയായിരുന്നു? രണ്ട് കണ്ടീഷൻസ് നമുക്കുള്ളതല്ലേ, ഒന്നുകിൽ ഡിഫറൻസ് 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. അപ്പോൾ 0 കിട്ടുന്ന കേസാണ് നമ്മൾ നേരത്തെ നോക്കിയത്. നമുക്ക് ഇവിടെ അങ്ങനെ നോക്കാം. 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് വരും? 20 - 7 - k = 0. അപ്പോൾ കെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വരും? 20 - 7 എന്ത് വരും? 13 വരും അല്ലേ. പക്ഷേ ഈ ഒരു ഒറ്റ ഡിജിറ്റിൽ നമുക്ക് ഇവിടെ 13 എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റിപ്പോയി. ഇനി നമുക്ക് മറ്റേ കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ വരണം എന്നാണല്ലോ, 11 ഇട്ട് കൊടുത്ത് നോക്കാം. അതായത് 20 - 7 - k = 11 ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? k അപ്പുറത്ത് പോകുമ്പം k = 11 ഇപ്പുറത്തേക്ക് വരട്ടെ. അപ്പോൾ 20 - 7 - 11, 7 + 11 എത്രയാ? 20 - 18 = 2. കണ്ടോ, നമുക്കൊരു 1 ഡിജിറ്റ് നമ്പർ കിട്ടി. അപ്പോൾ ആൻസർ എന്താ? 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് വാല്യൂ ഓഫ് k ദ നമ്പർ 7236k2 ഈസ് ഡിവിസിബിൾ ബൈ 8? അപ്പോൾ 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് 3 ഡിജിറ്റ് 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ. നമുക്ക് എന്തായാലും എക്സാമിന് ഓപ്ഷൻസ് കാണും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 7 അപ്ലൈ ചെയ്യാം. അതായത് ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 7 എന്നുള്ള വാല്യൂ നമുക്ക് ഈ കേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? 672 എന്ന് വന്നു. ഇനി നമുക്ക് ഈ നമ്പർ 8 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതിയല്ലോ. നോക്കുമ്പോൾ 8 കൊണ്ട് ഡിവിസിബിൾ ആകുവാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 7 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 7 എന്നുള്ള ആൻസർ ഇട്ട് കൊടുത്തിട്ട് നോക്കാം. 672 നോക്കി. ആദ്യം എന്താ 6ൽ 8 പോയില്ല. 67 എന്ന് പറയുമ്പോൾ 8 × 8 64 വരും, 32 വരും. അപ്പോൾ 8 × 4 32 വന്നു. അപ്പോൾ 84 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എന്താ 672 എന്ന് പറയുന്നത് 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി അല്ലേ. ഫൈവ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസർ ആയിട്ട് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ കൂടെ. ഇപ്പം ഇവിടെ 2 കൊടുക്കുകയാണെങ്കിലോ, കേക്ക് 2 വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 622 എന്ന് കിട്ടും. അപ്പോൾ 62ൽ എത്ര തവണ? 8 എന്ന് പറയുന്നത് 7 ടൈംസ് പോകും, 56 വരും. 7 കഴിഞ്ഞ് വീണ്ടും റിമൈൻഡർ വരും. ഇത് തെറ്റാ. അങ്ങനെ ഇത് ഓരോ ഓപ്ഷൻസ് ഇട്ട് കൊടുത്താലും നമുക്ക് തെറ്റാന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ആൻസർ കിട്ടി. അതുകൊണ്ട് ഇനി മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല. എന്താ നമ്മുടെ ആൻസർ? k = 7 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് x ആൻഡ് y സോ ദാറ്റ് ദ നമ്പർ 5x423y ഈസ് ഡിവിസിബിൾ ബൈ 88. 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇവിടെ 88 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 88ന് നമുക്ക് രണ്ട് കോപ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. ഏതൊക്കെയാ? 8ഉം 11ഉം അല്ലേ. ഇതിന് രണ്ടും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് 1 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് കോപ്രൈം നമ്പേഴ്സാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 88 കൊണ്ട് ഈ നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 8ഉം ആയിരിക്കണം, ഡിവിസിബിൾ ബൈ 11ഉം ആയിരിക്കണം. ഇതിന്റെ രണ്ടിന്റെയും ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 8 ആയിരിക്കണം. 11ന്റെ ആണെങ്കിലോ ഡിഫറൻസ് ഓഫ് സം ഓഫ് ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കണം അല്ലേ. ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻസ് വെച്ച് നോക്കിയാലോ. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? 8 2 അല്ലേ. അതായത് ഇവിടെ എക്സിന്റെ വാല്യൂ 8 എന്നും വൈയുടെ വാല്യൂ 2 എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഈ നമ്പറിൽ ഇട്ട് കൊടുത്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ചെക്ക് ചെയ്യാം. 2 3 വൈയുടെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കാം? 2 എന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 8 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ 29 കറക്റ്റ് ആയിട്ട് കിട്ടി, റിമൈൻഡർ ഒന്നുമില്ല. അപ്പോൾ 232 ഡിവിസിബിൾ ബൈ 8 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തിട്ട് കൊടുക്കണം? ഈ 8 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? നമ്പർ 5, എക്സിന് അവിടെ 8 കൊടുക്കാം, പിന്നെ 4 2 3, വൈക്ക് നമ്മൾ 2 ഇട്ട് കൊടുത്തു അല്ലേ. ഇനി ഇത് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നുകൂടെ നോക്കാം. അപ്പോൾ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് നമുക്ക് എടുക്കാം. 5 + 4 9, 9 + 3 12, 12 എന്ന് കിട്ടി. മൈനസ് നെക്സ്റ്റ് ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് ഏതാ? 8 + 2 10, 10 + 2 12. കണ്ടോ, 12 - 12 എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ടും, അതായത് 8 കൊണ്ടും ഡിവിസിബിൾ ആണ്, 11 കൊണ്ടും ഡിവിസിബിൾ ആണ് നമുക്ക് കിട്ടി. എങ്ങനെയാണെങ്കിൽ 88 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. അതായത് x = 8 ആയിരിക്കും, y = 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ബി ആഡഡ് ടു 32,572 ടു മേക്ക് ഇറ്റ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12? 12ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഏതാ? നമുക്കറിയാം 12ന്റെ കോപ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 3ഉം 4ഉം. അപ്പോൾ കണ്ടീഷൻ എന്താ? ഡിവിസിബിൾ ബൈ 3ഉം ആയിരിക്കണം, ഡിവിസിബിൾ ബൈ 4ഉം ആയിരിക്കണം. അതായത് ഈ നമ്പറിനോട് ഏത് നമ്പർ ആഡ് ചെയ്താൽ ഡിവിസിബിൾ ബൈ 12 ആകും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഓപ്ഷനിൽ കൂടെ തന്നെ പോകാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? 1 അല്ലേ. അതായത് ഈ 2ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 3 വരും. ആദ്യം നമുക്ക് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. എങ്ങനെയാ? അവസാനത്തെ 2 ഡിജിറ്റ് എടുത്തിട്ട് നോക്കണം അല്ലേ. അപ്പോൾ 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 1 ആഡ് ചെയ്യുമ്പോഴത്തേക്കും
73 എന്ന് വരും അല്ലേ? 72 + 1 73. ഓപ്ഷൻ എ ആട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 73 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. 2 ആഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ 72ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? +2 ചെയ്യുമ്പോൾ നമുക്ക് 74 എന്ന് കിട്ടും. അപ്പോൾ 74 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? അതും 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ അതും തെറ്റി. അതായത് ഓപ്ഷൻ ബിയും തെറ്റാ. ഇനി ഓപ്ഷൻ സി നോക്കാം. 72ന്റെ കൂടെ നമുക്ക് 8 ആഡ് ചെയ്യാം. 80 എന്ന് വരും. ഈ 80 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ അല്ലേ? 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ അത് കറക്റ്റ് ആയി. 32,572 എന്ന നമ്പറിന്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ നമുക്കത് 4 കൊണ്ട് ഡിവിസിബിൾ ആയി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. പക്ഷെ നമ്മുടെ കണ്ടീഷൻസ് തീർന്നോ? ഇല്ല. 3 കൊണ്ട് കൂടി ഡിവിസിബിൾ ആവണം. അതായത് ഇപ്പോൾ ഈ 8 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഏതാ? 32,580 എന്ന് കിട്ടും. ഈ നമ്പർ 3 കൊണ്ട് കൂടി ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആവുകയുള്ളൂ. അപ്പോൾ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ഈ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ? 3 + 2 5, 5 + 5 10, 10 + 8 18. അപ്പോൾ 18 കിട്ടി. 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമ്മുടെ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ഷുഡ് ബി ആഡഡ് ടു 32,571 ടു മേക്ക് ഇറ്റ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 4? നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. 1, 3, 4, 7. നമുക്ക് 4ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് അല്ലേ നോക്കണ്ടേ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടു ഡിജിറ്റ്സ് നോക്കിയാൽ മതിയല്ലോ. സ്മോളസ്റ്റ് നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് നമ്പറിൽ തന്നെ നമുക്ക് തുടങ്ങാം. 1 അല്ലേ? 1 നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ നമ്പറിലേക്ക്. അപ്പോൾ എന്ത് വരും? 32,572 എന്ന് വരും. ഇത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. എങ്ങനെയാണ് നോക്കേണ്ടത്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ 72 എന്ന് പറയുന്നത് എന്താ? 18 × 4 ആണ് നമുക്ക് 72 എന്ന് പറയുന്നത്. അപ്പോൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണ് 72. അങ്ങനെയാണെങ്കിൽ 32,572 എന്ന നമ്പറും 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ എ അല്ലേ? ഏറ്റവും സ്മോൾ നമ്പറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അത് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. ഇനി ഇതല്ലായിരുന്നു ആൻസർ എങ്കിൽ നമ്മൾ അടുത്തത് 3 ഇട്ട് കൊടുത്ത് നോക്കായിരുന്നു അല്ലേ? 3 ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? 32,571ന്റെ കൂടെ 3 കൊടുക്കുമ്പോൾ 74 എന്ന് വന്നേനെ. 74 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. കോഷ്യന്റ് 18 എന്ന് കിട്ടിയേനെ, റിമൈൻഡർ 2 വന്നേനെ. അപ്പോൾ ഡിവിസിബിൾ അല്ല ഈ നമ്പർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായാലും ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ലീസ്റ്റ് വാല്യൂ ഇൻ പ്ലേസ് ഓഫ് കെ സോ ദാറ്റ് ദ നമ്പർ 65383k2 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 72? 72 നമുക്ക് എങ്ങനെ എഴുതാം? 72 = 8 × 9 എന്ന് എഴുതാം അല്ലേ? കോപ്രൈം നമ്പേഴ്സാ. അപ്പോൾ കണ്ടീഷൻ എങ്ങനെയാ? 8 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം, 9 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം അല്ലേ? നമുക്ക് ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് എഴുതാം. 65383k2. 9 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ കെയ്ക്ക് ഏത് വാല്യൂ വരാം എന്ന് നോക്കാം. ഡിജിറ്റ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും, നോക്കി ക്യാൻസൽ ചെയ്യാം. 6ഉം 3ഉം ക്യാൻസൽ ചെയ്തു, 9 വന്നു അല്ലേ? പിന്നെ ഉള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാ? 5 ഉണ്ട്, 8 + 5 എന്താ? 13 വന്നു. 13 + 3 16, 16 + 2 18. അപ്പോൾ 18 എന്ന് കിട്ടി. പ്ലസ് ഒരു കെയും കൂടെ കിടപ്പുണ്ട്. അപ്പോൾ 18 തന്നെ 9ന്റെ മൾട്ടിപ്പിളാ. അങ്ങനെയാണെങ്കിൽ ഈ കെ എന്തായാലും 9ന്റെ മൾട്ടിപ്പിൾ ആയേ പറ്റുള്ളൂ അല്ലേ? 0, 9, 18 അങ്ങനെ പോകും. അപ്പോൾ ഒരിക്കലും 18 വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 9 ആയിരിക്കണം. അപ്പോൾ ഒന്നുകിൽ കെയുടെ വാല്യൂ 0 വരണം. അതെന്താ? 302. അല്ലെങ്കിൽ കെയുടെ വാല്യൂ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആട്ടോ ഞാൻ എടുത്ത് നോക്കുന്നത്. അല്ലെങ്കിൽ കെയുടെ വാല്യൂ 9 വരണം. അപ്പോൾ എന്ത് വരും? 392. ഈ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുത്ത് എന്തിനാണെന്നറിയാവോ? 8ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുത്ത് നോക്കിയേ. 302 8 കൊണ്ട് ഡിവിസിബിൾ ആണോ? 8 × 3 24 വന്നു. റിമൈൻഡർ 6 62 എന്ന് വരും. അപ്പോൾ ഇത് 8 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഇവിടെ ആണെങ്കിലോ 8 × 4 32 വന്നു. പിന്നെ ബാലൻസ് എത്രയുണ്ട്? 72. 8 × 9. അപ്പോൾ 49 × 8 392 ആണ്. അപ്പോൾ 392 എന്ന് പറയുന്നത് 8 കൊണ്ട് ഡിവിസിബിൾ ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കെയ്ക്ക് 9 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്പർ എന്ത് വരും? 65383. കെയ്ക്ക് 9 കൊടുത്താൽ 92. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് ലാസ്റ്റ് 3 ഡിജിറ്റ് 8 കൊണ്ടും ഡിവിസിബിൾ ആണ്. പിന്നെ ഏതാ? ഇത് ടോട്ടൽ എല്ലാ ഡിജിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുകയും ചെയ്യും. അപ്പം ഡിവിസിബിൾ ബൈ 9 ആണ്. അതിനർത്ഥം എന്താ? ഈ നമ്പർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 72 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് അല്ലേ, മാത്സിൻ്റെ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, നമ്മളിപ്പോൾ 5 പാർട്ട് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് തീർന്നിട്ടില്ല. നമ്മൾ കുറേ സിംപ്ലിഫിക്കേഷൻ ട്രിക്സ് എന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതും ഇതും എല്ലാം കൂടെ നോക്കണം. പിന്നെ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. എല്ലാ ഷോർട്സും സിംപ്ലിഫിക്കേഷൻ ട്രിക്സ് തന്നെയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പം നമ്മൾ സിലബസ് അനുസരിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യും മുന്നോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്